നമസ്കാരം. കേരളം വീണ്ടും ഒരു ജനവിധിയിലേക്ക് കടക്കുമ്പോൾ കത്തുന്ന വേനൽ ചൂടിനേക്കാൾ പൊള്ളുകയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥ. 140 മണ്ഡലങ്ങളിലും പ്രവചനാതീതമായ പോരാട്ടമാണ് അരങ്ങേറുന്നത്. ഭരണ തുടർച്ചയെന്ന ഉരുക്ക് ലക്ഷ്യത്തോടെ LDF ഒരു വശത്ത്, ഭരണം പിടിച്ചെടുക്കാൻ സർവ്വസന്നാഹങ്ങളുമായി UDF മറുവശത്ത്. ഇവർക്കിടയിൽ നിർണായക ശക്തിയായി മാറാൻ NDA കൂടി കളനിറയുമ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നത് സമാനതകളില്ലാത്ത ത്രികോണ പോരാട്ടത്തിനാണ്. ആരാണ് ഈ രാഷ്ട്രീയ ചതുരംഗത്തിൽ മുന്നേറുന്നത്? പുതിയ കാലത്തെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വോട്ടർമാരെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? കേരളത്തിൻ്റെ നിലവിലെ തെരഞ്ഞെടുപ്പ് ചിത്രവും അണിയറയിലെ രാഷ്ട്രീയ തന്ത്രങ്ങളും കീറി മുറിച്ച് പരിശോധിക്കുകയാണ് ഇന്നത്തെ നേർക്കാഴ്ചയിൽ. ഏവർക്കും സ്വാഗതം. നേർക്കാഴ്ചയിൽ ഇന്ന് എന്നോടൊപ്പം അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, അഡ്വക്കേറ്റ് ആർലിൻ ഫ്രാൻസിസ്. സ്വാഗതം. തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പീക്ക് ടൈമിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആ ഒരു തുടക്കത്തിൻ്റെ കുറേ അനിശ്ചിതത്വങ്ങളൊക്കെ മാറി എല്ലാവരും തന്നെ കളം നിറഞ്ഞ് ശക്തി ആർജിച്ചിരിക്കുകയാണ്, 3 മുന്നണികളും. അതോടൊപ്പം തന്നെ വിവാദങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തന്ത്രങ്ങൾ ഏത് രീതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന തരത്തിലേക്ക് ഒരു തന്ത്രങ്ങൾ മെനഞ്ഞ് അത്തരത്തിൽ കൊണ്ടുപോകുന്നു. ചില ആളുകൾ വീഴുന്നു, ചില ആളുകൾ അതിൽ നിന്ന് മാറ്റി മറുതന്ത്രം മെനയുന്നു. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ കേരളത്തിൽ കണ്ടത്, പ്രത്യേകിച്ച് UDFൻ്റെ നോക്കുകയാണെങ്കിൽ വയനാട് കോൺഗ്രസ് ഏറ്റെടുത്ത ഭൂമിയിൽ വീട് പണിതിട്ടില്ല എന്നുള്ള പ്രശ്നം LDF മുന്നോട്ട് കൊണ്ടുവരുന്നു. അവരതിൽ സമരമായി കൂടെ വരുന്നു. ഒപ്പം തന്നെ കെ സുധാകരൻ വീണ്ടും ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഒരു അധികാര തർക്കത്തിൻ്റെ രീതിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വലിയ ചർച്ചയായിരുന്നു. മറ്റൊരു നേതാവ് ഇത്തരത്തിലൊരു സ്ത്രീ പ്രധാനമന്ത്രി പോലും ആ വിഷയം എടുത്തു പറയുന്നു. അത്തരത്തിലൊരു വിഷയങ്ങളിൽ UDF കടന്നു പോകുന്നു. LDFയിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ മുഖം വെച്ച് തന്നെ അവർ തെരഞ്ഞെടുപ്പിനെ ചെയ്യുന്നു. പക്ഷേ ആ ഒരു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം തന്നെ ഒരു പക്ഷേ അവരെ തോൽപ്പിക്കാനായിട്ട്, ദോഷം ചെയ്യാനായിട്ട് വരുന്നു. അദ്ദേഹം 2-3 പത്രസമ്മേളനം പങ്കെടുക്കുന്നു. ആദ്യത്തേൽ രാഹുൽ ഗാന്ധിയെ നിശിതമായിട്ട് വിമർശിക്കുന്നു. പക്ഷെ അത് മാധ്യമപ്രവർത്തകർ പലപ്പോഴും പിണറായി വിജയൻ്റെ ആ ഒരു പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി മിണ്ടാതിരിക്കാണ് സാധ്യത. മുൻകൂട്ടി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു, പ്രത്യേകിച്ച് ഇടതുപക്ഷ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നു. മറ്റുള്ളവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവരാരും തന്നെ മിണ്ടാതെയും മുഖ്യമന്ത്രിക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായി പറഞ്ഞു പോകുന്ന അവസ്ഥ. പക്ഷേ ഇതിൽ നിന്ന് മറ്റൊരു കാഴ്ചയിൽ നിന്ന് നമ്മൾ കണ്ടു. ഒരു വ്യക്തി എണീറ്റ് നിന്നിട്ട് CMA ഇത് മോശമാണ്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് പോകണമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം തിരിച്ചു വരുന്നു. ആളുകൾ പ്രതീക്ഷിക്കുന്നു ചോദ്യം ചോദിക്കൂ, ഞാൻ പറയാമെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നു സമയമില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞു പോകുന്നു. അപ്പം അത്തരത്തിൽ പല വിഷയങ്ങൾ വരികയാണ്. അതും LDFനെ പ്രതിരോധത്തിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ NDA മോദി വരുന്നു. മോദിയുടെ വരവ് വളരെ ആവേശത്തോടെ നോക്കിയത് തൃശ്ശൂരും അതോടൊപ്പം തന്നെ പാലക്കാടും, പ്രത്യേകിച്ച് പാലക്കാടൊക്കെ സീറ്റ് പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ അവിടെ വന്നാലും ഈ ഡീല് ആദ്യം മുതൽ പറഞ്ഞിരുന്ന ഡീലുകളാണ്. ആ ഡീലുകളിൽ തന്നെ അതിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലായിരുന്നു മോദിയുടെ ചില പ്രതികരണങ്ങൾ എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ശബരിമല വിഷയങ്ങളിൽ ഏറ്റെടുക്കുന്നില്ല, കുറിച്ച് പറയുന്നില്ല. ഒപ്പം പക്ഷേ സ്ത്രീകളുടെ വിഷയം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ അങ്ങനെയുള്ള ചെറിയ വിഷയങ്ങൾ ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് നമ്മൾ കേരളത്തിലെത്തുമ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ നമ്മൾ അതല്ല പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ പറഞ്ഞ ഒരു രാഷ്ട്രീയ പറയാതെ തന്നെ മറ്റൊരു തരത്തിൽ ഇലക്ഷൻ വഴിതിരിച്ചു വിടുന്ന രീതിയിലേക്ക് കാണുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു രീതിയാണ് കേരളത്തിൽ നിലവിൽ കാണുന്നത്. ഈ ഒരു അവസ്ഥയെ എങ്ങനെയാണ് കാണാൻ സാധിക്കുക നമുക്ക്? എന്തായാലും കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തപ്പം ഉണ്ടായിരുന്നതെന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ പൊളിറ്റിക്കൽ ഒരു ഇമേജൊക്കെ മാറ്റപ്പെട്ടിട്ടുണ്ട്. മൊത്തത്തിൽ ആ ട്രെൻഡ് അങ്ങ് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതേ ഫ്ലോറിലിരുന്ന് സംസാരിച്ചപ്പം 10 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ വികസനങ്ങളും ചില നയങ്ങളും ഒക്കെ അവർക്കൊരു അല്പം നേരിയ മുൻതൂക്കം നൽകുന്നതായിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ ഈ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ആ ഒരു പിക്ചറൊക്കെ മാറി. ഇപ്പോൾ ബിജ പറഞ്ഞ പോലെ തന്നെ CMൻ്റെ പത്രസമ്മേളനം, CMൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 2-3 പത്രസമ്മേളനം കൂടെ നടത്തിയാൽ ചിലപ്പം കോൺഗ്രസ് പാട്ടും പാടി അവർക്ക് പ്രവർത്തിക്കാതെ ചിലപ്പം ഒരു ക്ലീൻ ചിറ്റ് കിട്ടുന്നതിലേക്ക് വന്നേക്കാം. ഒരു അവസ്ഥയിലേക്ക് അത് എത്തപ്പെട്ടു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അവരിപ്പോഴും ഒരു ഡിഫെൻസീവ് മൂഡിൽ ചില മേഖലകളുണ്ട്. ചിലയിടത്തൊരു അറ്റാക്കിംഗ് മൂഡിലേക്ക് അവർ വന്നിട്ടില്ല. എന്നാൽ
മലബാർ കുറച്ച് ഉഷാറാണെന്ന് തോന്നുന്നു. മലബാർ മേഖലയിൽ തന്നെ മലബാർ ജില്ലകളിൽ തന്നെ അവർക്ക് ഒരു ഭൂരിപക്ഷ MLA-മാരെ കിട്ടും എന്നൊരു ചിന്തയിലേക്കും കണക്കൂട്ടലിലേക്കും വന്നിട്ടുണ്ട്. ഈവൻ കണ്ണൂർ ജില്ലയിലടക്കം ചില ഒരു സീറ്റ് 2 സീറ്റിൽ നിന്ന് മാറിയിട്ട് ഒരു 6-7 വരെ എത്തുന്നതിലേക്ക് എത്തി കണ്ണൂരടക്കം. അതോടൊപ്പം ഇങ്ങനെ തൃക്കരിപ്പൂർ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ അവിടെ പല വിദഗ്ധരും പറയുന്നത് ഒരു പക്ഷേ സന്ദീപ് വാര്യർ നിസ്സാരം വോട്ടുകൾക്കാണെങ്കിൽ കൂടി വിജയിക്കാം. അതൊക്കെ എല്ലാം പറയുന്നത് 100, 200, 500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക്. എന്തായാലും കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം വെച്ചിട്ട് ഇപ്രാവശ്യം ജയിക്കുന്നവർക്കൊക്കെ പണ്ടത്തെ പോലെ 20,000, 30,000 ഒന്നും ഭൂരിപക്ഷം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതോടൊപ്പമാണ് ആരിടിച്ച് കയറിയേക്കുന്നത്. BJP അവർ നന്നായിട്ട് ഇടിച്ച് കയറിയിട്ടുണ്ട്. ഇപ്പം പ്രൈം മിനിസ്റ്റർ വന്നു. പ്രൈം മിനിസ്റ്റർ മോഡിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതും ഇപ്പോൾ അടുത്ത കാലത്ത് സംഭവിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിക്കക്കളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പക്ക വർഗീയ കാർഡ് എടുത്ത് കളിച്ചൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം പാലക്കാട് വന്നിട്ടും തൃശ്ശൂർ വന്നിട്ടും ആ ഷോ അല്ലാതെ വേറെ ഒന്നും പറയാനോ വാഗ്ദാനം ചെയ്യാനോ ഒന്നും സംസാരിക്കാൻ, ഒരു രാഷ്ട്രീയം സംസാരിക്കാത്ത ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ ഈ 2 വേദിയിലും കണ്ടു. അദ്ദേഹം വരുന്നു ഇപ്പോൾ പാലക്കാട് വന്നിട്ട് ഇക്കിളി സിനിമയിൽ, ഇക്കിളി മാഗസിനുകൾ അല്ലെങ്കിൽ ഏപ്പടത്തിൽ, ബ്ലൂ ഫിലിമിലൊക്കെ ചർച്ച ചെയ്യുന്ന പോലത്തെ ചർച്ചകൾ നടത്തിയിട്ട് ഒരു പ്രധാനമന്ത്രി പോകുന്നു നിസ്സാരമായിട്ട്. അതേസമയം തന്നെ ഇപ്പറേ ശത്രുക്കൾക്ക് അടിക്കാനായതുകൊണ്ട് എപ്സ്റ്റീൻ ഫയലുണ്ട്, സുബ്രഹ്മണ്യ സ്വാമിയുടെ വെളിപ്പെടുത്തലുകൾ, അതൊക്കെ എങ്ങനെ ഇതിനെ ഡിഫെൻഡ് ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അപ്പം BJP സംബന്ധിച്ചിട്ട് അവിടെ ഒരു ഡിഫൻസ് തന്നെയാണ്. അപ്പോൾ തൃശ്ശൂർ വന്നിട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ ഓളമൊന്നും വെക്കാതെ, വലിയ ബഹളം വെക്കാതെ, വലിയ വാഗ്ദാനങ്ങളൊന്നും നൽകാതെ വളരെ കൂളായിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ അത് BJPയെ സംബന്ധിച്ചിട്ട് അവർക്കുണ്ടായി വന്ന ഒരു മേൽക്കൈ നഷ്ടപ്പെടുത്താൻ ഇടവരുമോ എന്നുള്ളത്. കാരണം ചിന്തിക്കുന്ന സമൂഹം, ചർച്ച ചെയ്യുന്ന സമൂഹം, ഇത് ഇന്നത്തെ യുവജനങ്ങളും വർഗീയതയ്ക്കപ്പുറത്തേക്ക് ഒരു ഇസ്ലാമിക വർഗീയ ഭീഷണിയുടെ പേരിലാണ് ഹിന്ദുത്വ സോഫ്റ്റ്നെസ് കേരള സമൂഹത്തിനിടയ്ക്ക് വന്നേക്കുന്നത്. അത് മാറ്റി നിർത്തിയാൽ വികസനം വെച്ചിട്ട് ഇവർ ചർച്ച ചെയ്യാത്തടത്തോളം കാലം NDAയും അത് ദോഷകരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ LDF എങ്ങനെയാണ് ഈ ഒരു വികസനമാണോ അല്ലെങ്കിൽ 10 വർഷത്തെ വികസനം തന്നെയാണോ പറയുന്നത്? എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ലേ? ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകം കണ്ട ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ശക്തിയേറിയ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ആ ഡെമോക്രസിയിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജനങ്ങളെ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവരവരുടെ രാഷ്ട്രീയാധികാരികളെ, ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിൻ്റെ വികസനങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിക്കാം. ആദ്യത്തെ കാര്യം, സർക്കാർ എപ്പോഴും വാഗ്ദാനങ്ങൾ നൽകുന്നത് സാധാരണക്കാരുടെ സർക്കാർ എന്നുള്ള ഒരു ടാഗ് ലൈൻ വന്നിട്ടാണ്. ഇനി ഈ സാധാരണക്കാരുടെ ജീവിതത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ കാര്യമായിട്ടുള്ള ഒരു ബേസിക് ഫെസിലിറ്റി ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി നമുക്ക് പരിശോധിക്കാം. ഈ ഇലക്ട്രിസിറ്റി മറ്റ് സംസ്ഥാനങ്ങളിലെ വെച്ച് നമ്മൾ കണക്കാക്കുമ്പോൾ തമിഴ്നാട് അതേപോലെ തന്നെ കർണാടകയൊക്കെ എന്ന് പറയുമ്പോൾ 200 യൂണിറ്റിലധികം ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഇലക്ട്രിസിറ്റി നമുക്ക് ബില്ല് വരിക ഏകദേശം 8.56 യൂണിറ്റ് രൂപ, ഒരു യൂണിറ്റിന് 8.56 രൂപ വെച്ചിട്ടാണ് ഒരു യൂണിറ്റിന് തന്നെ വരുന്നത്. ഇനി ആരോഗ്യ മേഖലയിൽ തന്നെ അടുത്തൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ പറഞ്ഞ വിഷയം 10 വർഷം പവർ കട്ടില്ല എന്നുള്ളത് സർക്കാർ ഈ പ്രാവശ്യം മുന്നോട്ട് വയ്ക്കുന്ന വികസന നയമാണ് അല്ലേ? അതിനെങ്ങനെയാണ് അപ്പോൾ അത് കാണുന്നത്? അതെങ്ങനെ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക? അവർക്കൊരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഈ പവർ കട്ടില്ലാത്ത 10 വർഷം എല്ലായിടത്തും വലിയ ബ്രഹ്മാണ്ഡ ബോർഡുണ്ട്. എന്തുകൊണ്ട് പവർ കട്ടില്ല? 4 രൂപയ്ക്ക് വാങ്ങേണ്ട കറണ്ട് പോയി, 4 രൂപയ്ക്ക് ഓൾറെഡി കരാറുണ്ടായിരുന്ന ക്യാൻസൽ ചെയ്തിട്ട് പോയി 10-11 രൂപയ്ക്ക് വാങ്ങി, അത് ജനങ്ങളുടെ അടുത്തു നിന്ന് വാങ്ങുന്ന നികുതിപ്പണം അതിന് സബ്സിഡി കൊടുത്ത് ആണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. സ്വകാര്യ കമ്പനികളിൽ നിന്നെല്ലാം വാങ്ങിക്കൂട്ടുക. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ 100 യൂണിറ്റ് കൂടുതൽ വൈദ്യുതി നമ്മൾ സ്വന്തമായിട്ട് പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കണക്കുകൾ നോക്കുമ്പോൾ 100 യൂണിറ്റ് വൈദ്യുതി അത്രയും ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പിന്നെ ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? സാധാരണക്കാർ അവരുടെ കാശ് മുടക്കി പുരമുകളിൽ ഈ സോളാർ പാനൽ വെച്ച് അതിൽ നിന്ന് അവരുടെ ലക്ഷക്കണക്കിന് രൂപയല്ലേ ഓരോ മെഗാ യൂണിറ്റിനും കൊടുക്കണം. അത് കൊടുത്തിട്ട് അവർ മുടക്കി അവർ കൊടുക്കുന്ന കറണ്ടാണ് സർക്കാരിലേക്ക് കിട്ടുന്നത്. അങ്ങനെ സാധാരണക്കാരൻ്റെ പൈസ മുടക്കിയിട്ട് അവൻ കറണ്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്.
അപ്പോൾ ഒരിക്കലും ഗവൺമെൻറ്റിന് ആ കാര്യത്തിൽ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 4 രൂപയ്ക്ക് കിട്ടിയിരുന്ന വൈദ്യുതി 11 രൂപയ്ക്ക് ആ ഒരു കരാറ് മാറ്റി എടുക്കണമെങ്കിൽ അതിന് പിന്നിൽ അഴിമതി അന്വേഷിക്കേണ്ടതുണ്ട്. എന്നിട്ട് 8.5 രൂപയ്ക്ക് നമുക്ക് തരുന്നു. ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടംകുളം വൈദ്യുതി. ഈ കൂടംകുളം ലൈൻ യാഥാർത്ഥ്യമായതുകൊണ്ടാണ് ഒരു പരിധിവരെ ഇപ്പോഴും നമുക്ക് കറണ്ടിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടില്ലാതെ. കാരണം ഈ പറയുന്ന എല്ലാ കമ്പനികളിൽ നിന്നും കളക്ട് ചെയ്ത് സാധനം വരുന്നത് ഈ ലൈനിലൂടെയാണ്. ഇവിടെ നമുക്ക് ഇവർ അഭിമാനത്തോടെ പറയുന്നുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ LDFൻ്റെ അവരുടെ പ്രകടന പത്രികയിലും ഇപ്പോൾ ഇലക്ഷൻ മുന്നോടിയായിട്ട് നടക്കുന്ന എല്ലാ പ്രചരണങ്ങളും അവർ പറയുന്നുണ്ട് കൂടംകുളം ലൈൻ യാഥാർത്ഥ്യമാക്കി. ഇപ്പോൾ സ്വരാജിനെ പോലുള്ളവരൊക്കെ ചാനലിരുന്ന് വിരോധം അടിക്കുന്നുണ്ട്. ഇതേ കൂടംകുളം ലൈനിനെതിരെ ദിവസങ്ങളോളം സമരം നടത്തിയൊരു നേതാവ് ഓർക്കുണ്ടായിരുന്നു. എന്നിട്ട് ആ ക്രെഡിറ്റ് എടുത്തുകൊണ്ടിരിക്കും. ഓരോ കാലത്തും അങ്ങനെ കേട്ടോ. ഏതാ ട്രാക്ടറിനെതിരെ സമരം ചെയ്തു, കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു. ഓരോ കാലത്തും ഇവർ എന്ത് സമരം ചെയ്തോ അത് പിന്നെ പതുക്കെ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ക്രെഡിറ്റ് ഞങ്ങൾക്കാന്ന് പറയും. ഇത് തുടങ്ങിയതാരാ? ഇത് തുടങ്ങിയത് അന്നത്തെ UDF സർക്കാരിന്റെ കാലഘട്ടത്തിലെ ഈ കാര്യങ്ങളെല്ലാം തുടങ്ങിയത്. അതിനെ നമുക്ക് ഒരിക്കലും മറച്ചു വെക്കാനും പറ്റില്ല. തീർച്ചയായിട്ടും നമ്മളിവിടെ ഒരുപക്ഷെ ഇത് നമ്മളൊരു പാർട്ടീനെയോ അല്ലെങ്കിൽ ഒരു മുന്നണിയെ കുറ്റപ്പെടുത്തുകയല്ല. യഥാർത്ഥത്തിൽ കേരളം ചർച്ച എന്താണ് ചെയ്യേണ്ടത്? എത്രത്തോളം വികസനങ്ങളാണ് നമ്മളിവിടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്? വികസനാധിഷ്ഠിതമായ ഒരു ചർച്ച. വികസനത്തിനാണല്ലോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയെ നമ്മുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ തന്നെ വിധിയാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ വിധിയാണ്. അടുത്ത 5 വർഷം ഈ കേരളത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ അത് എത്തരത്തിലായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നുള്ളൂ. ഒരിക്കലും ഇതൊരു ഒരു പക്ഷം അല്ലെങ്കിൽ ഒരു സൈഡ് തിരിഞ്ഞുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ പക്ഷേ കൂടുതൽ ചർച്ചകൾ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയത്തിനെതിരായിട്ട് വരും. പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിക്കെതിരെ, കഴിഞ്ഞ 10 വർഷം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ചില ചർച്ചകൾ വരുമ്പോൾ വരും. കാരണം എന്തൊക്കെ ഇവിടെ സംഭവിച്ചു എന്നുള്ള ചർച്ച അത് ചെയ്യേണ്ടത് ഭരിക്കുന്ന പാർട്ടിയാണ്. ഞാൻ പറഞ്ഞു വന്നതാണ്, ഇവരതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ എന്താ എടുക്കേണ്ടത്? കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ഇത്ര മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു, സ്വയം പര്യാപ്തമായി. നമുക്ക് സ്വന്തം യൂണിറ്റ് ഉണ്ട്, നമുക്ക് ഇന്ന പ്രൊജക്റ്റ് വന്നു, അതിലൂടെ നമ്മൾ ഇത്ര മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു എന്ന് പറയുന്നതിന് പകരം എന്താ പറയുന്നത്? ഇപ്പോൾ നമ്മൾ അവിടുന്ന് കമ്പനിയിൽ നിന്ന് മേടിക്കുന്നു, ഇവിടുത്തെ കമ്പനിയിൽ നിന്ന് മേടിക്കുന്നു, ഇവിടുന്ന് മേടിക്കുന്നല്ലേ. അല്ലാതെ നമ്മുടെ നാടിനെ വികസനത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്ന നമ്മുടെ ഇവിടുത്തെ എത്രയോ യുവജനങ്ങൾക്ക് തൊഴിൽ കിട്ടും. ഈ നാടിന്റെ റവന്യൂ അല്ലേ. ഇതിനെപ്പറ്റി പറയാതെ എന്നോ ആരോ ചെയ്തു വെച്ചാ എവിടെയോ ചെയ്തു വെച്ചാ ഇതവിടെ തമിഴ്നാട് സർക്കാർ അന്ന് താല്പര്യമെടുത്ത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് അതിന്റെ ഗുണം പറയാൻ പറ്റും. ഈ ലൈനിന് പോലും എടുത്ത് പറയാൻ പറ്റും. അതുപോലെ തന്നെ അവര് തുടക്കം കുറിച്ച് ഒരു പദ്ധതി പറയാനായിട്ട് അവരുടെ അടുത്ത് പറയാനാണെങ്കിൽ അവർക്ക് തികച്ചും അങ്ങനെ പറയാനായിട്ടില്ല. ഇപ്പൊ കൊച്ചി മെട്രോ നോക്കാണ്, വിഴിഞ്ഞം പദ്ധതി നോക്കാണ്, കണ്ണൂർ എയർപോർട്ട് നോക്കാണ്. ഇതൊന്നും സ്റ്റാർട്ട് ചെയ്തത് അവരല്ല. UDF സർക്കാർ തുടക്കം കുറിച്ച് പിന്നെ അവർ എക്സിക്യൂട്ട് ചെയ്ത പദ്ധതികളാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ വേറൊരു മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ ആരോഗ്യ മേഖല, അടുത്തതായിട്ട് അവർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ ഇപ്പൊ ആൻലിൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ എമൗണ്ട് പടക്കേണ്ടി വരികയാണ് കഴിഞ്ഞ പ്രാവശ്യം. തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ പേരിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ തലയിലേക്ക് കൂടുതൽ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ബേർഡൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു ക്രെഡിറ്റ് സർക്കാർ ഏറ്റെടുക്കുകയാണ്. ജനങ്ങൾ തിരിച്ചറിയണം. എനിക്ക് തോന്നുന്നു ജനങ്ങളത് തിരിച്ചറിയാൻ സാധിക്കുമായിരിക്കും. കാരണം സമ്പത്ത് അവരുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. ഈ ആരോഗ്യരംഗം, എനിക്ക് തോന്നുന്നു ആരോഗ്യരംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ആൻലിൻ തന്നെ പറഞ്ഞോളത്? ഇല്ല സാർ, ആരോഗ്യരംഗത്തിനെ കുറിച്ച് കൂടുതലായിട്ട് അവർ പറയുമ്പോൾ സർക്കാർ ആശുപത്രികൾ നിലവിൽ കുറേ അധികം കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് മേഖലയെ സ്ഥാപിച്ച് സർക്കാർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആശ്രയിക്കുന്നത്. ഇനി അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, കൂടുതലായിട്ട് അവർ മെഡിക്കൽ കോളേജുകളൊക്കെ അവരുടെ 2021 മാനിഫെസ്റ്റോയിൽ അവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര മെഡിക്കൽ കോളേജ് നമ്മൾ നിലവിൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 12 അല്ലെങ്കിൽ 10 എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പൂർത്തീകരിച്ച്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 16 മെഡിക്കൽ കോളേജുകൾ എന്നായിരുന്നു സ്വപ്നം. എല്ലാ ജില്ലകളിലും ഓരോന്ന്, പിന്നെ ചില ജില്ലകളിൽ 1-2 വീതം. ആ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിൽ പോലും എത്താൻ ഇവർക്ക് പറ്റിയിട്ടില്ല ഈ ഗവൺമെന്റിന് ആരോഗ്യ മേഖലയിൽ. അതേസമയം ഇവിടെ കൂണുപോലെ മുളച്ചെയ്തു വരുന്നു. സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്, സ്വകാര്യ ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്, മൾട്ടി സ്പെഷ്യാലിറ്റി വരുന്നുണ്ട്. ഇത് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഫ്ലെക്സ് കണ്ടു. CM-ന്റെ ഫ്ലെക്സിനകത്ത് പറഞ്ഞേക്കുന്നു ശസ്ത്രക്രിയ ജനറൽ ആശുപത്രി പോലും നടത്തിയെന്ന്. ഈ പുള്ളി ചെറിയ ആശുപത്രി പോലും പോകാൻ എവിടെയാ? അമേരിക്കയ്ക്കാ പോകുന്നത്. ഇവിടുന്ന് ഓടുക. ഇവിടുത്തെ ഒരു നേതാക്കന്മാർ ഇവിടെ ചികിത്സിക്കുന്നുണ്ടോ? ചികിത്സിക്കാത്തതിന്റെ കാരണം എന്താ അറിയോ? അഥവാ ചികിത്സിക്കാൻ പോയാൽ കൈ കൊണ്ട് പോയ ചിലപ്പോൾ കാലായിരിക്കും ഓപ്പറേഷൻ. ഇനി
എല്ലാം ടൂൾസും മിച്ചമുണ്ടോ എന്ന് രോഗിക്ക് നോക്കാൻ പറ്റിയല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ വയർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് എല്ലാ ടൂൾസും പുറത്തുണ്ടോ നോക്കാൻ പറ്റിയല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും പോയി സ്കാൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇത് ഈ പറയുന്ന നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ മേഖലയെ പുറകോട്ടടിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊന്നും പരിഹരിക്കാതെ, അടിസ്ഥാനപരമായ ഒരു ഇഷ്യൂ പരിഹരിക്കാതെ, ഈ കഴിഞ്ഞ ദിവസം ഒരു ജില്ലാശുപത്രിയിൽ പോയൊരു മനുഷ്യൻ പറഞ്ഞ സംഭവമുണ്ട്. ജില്ലാശുപത്രിയിൽ പോയിട്ട് ഒരു കട്ടിലയിൽ 2 രോഗികളെ കിടത്തിയത്. കേരളത്തിലെ ഒരു പ്രശസ്തമായ ജില്ലാശുപത്രി, പാലക്കാട് ജില്ലാശുപത്രി പറഞ്ഞത് ഒരു ബെഡ് 2 പേരാ, താഴെയുണ്ട് 2-3 പേഷ്യൻസ്. ഒരാളെ എങ്ങനെയാലും ഒരു കുറവ് കണ്ട് എഴുതി ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചിട്ട് താഴെയുള്ള ഒരാളെ മുകളിൽ കയറ്റി കിടക്കുക. ഇപ്പോഴും ഇതുപോലെ സൗകര്യങ്ങളുണ്ടെന്ന് പറയുന്ന ഒരു കേരളത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് വലിയ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യൻ ആശുപത്രികളെ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നമ്മുടെ കേരളത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നു. കേരളത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ പരിഹരിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്, ഗൗരവത്തോടെ പരിഗണിക്കേണ്ട വിഷയങ്ങളുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെയാണ് ഈ പറയുന്ന ആരോഗ്യമന്ത്രിയും ടീമുകളും ഇതിനെ നമ്പർ 1 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമുക്ക് നിപ്പ അതുപോലെ കോവിഡ്, ആ കാലഘട്ടത്തിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചു ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതൊരു കൈകോർത്ത് പിടിക്കലായിരുന്നു. ജനങ്ങളും സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാവരും കൂടെയുള്ള, അതിനകത്ത് രാഷ്ട്രീയം വ്യത്യാസമില്ലായിരുന്നു, ഒന്നിച്ചുള്ളപ്പെടുത്തുമായിരുന്നു. അതിനെ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. എന്നാലും അതിനെ നേരിടുന്നതിൽ വിജയിച്ചു. പക്ഷേ അടിസ്ഥാനപരമായി ആലിൻ പറഞ്ഞ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണക്കാരൻ്റെ ജീവിതം, ആ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പം ആരോഗ്യ മേഖലയെ തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 4 സ്റ്റാർ പോലും കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അയ്യോ, അത് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പറഞ്ഞോ, അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു സ്കാൻ ചെയ്യാനായിട്ട് പോകണമെന്ന് പറയുകയാണെങ്കിൽ കൂടി 2 ദിവസം അവർ മറ്റേ ചീട്ടെടുത്ത് വെയിറ്റ് ചെയ്ത് സ്കാൻ ചെയ്യേണ്ടി വരും. എന്നിട്ട് അപ്പോൾ ആ അവസ്ഥ എന്താണ് വരുന്നത്? പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സ്ഥാപിക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ എവിടെയാണ് ഈ സാധാരണക്കാർക്ക് ഈ ലഭിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് എവിടേക്കും ഇവിടെ നിഷേധിക്കപ്പെടേണ്ട ഒരു അവസ്ഥ ചെയ്യാണ് വരുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പല പ്രശ്നങ്ങൾ ഇതേപോലെ കിടപ്പുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ മുകളിലായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളം ആരോഗ്യത്തിൽ ഇപ്പോൾ ഇവൻ വിദേശികളായാലും കുറേ പേരെ കൊണ്ട് ആരോഗ്യ മേഖലയിൽ കേരളം ഒന്നാമതാണെന്ന് വരുത്തി തീർക്കാൻ, അതായത് മറ്റേ സിനിമയിൽ പോലെ പറഞ്ഞല്ലേ പലവട്ടം നുണകൾ ആവർത്തിച്ച് അത് സത്യമാക്കിയെടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടി നമ്മൾ ഈ ഒരു ഇലക്ഷൻ്റെ ഈ ഏറ്റവും പീക്ക് ടൈം നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ സമയങ്ങളിലൊരു പ്രതിഷേധം ഉണ്ടെങ്കിലും ഇത് ആവർത്തിച്ച് ഈ ഒരു ഇപ്പോൾ പ്രോബ്ലംസ്, അതായത് സർക്കാരിൻ്റെ വികസന നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ പറഞ്ഞ പോലെ പോരായ്മകൾക്കെതിരെ ശബ്ദമുയർത്താൻ സാധിക്കുന്നില്ല. പലപ്പോഴും എനിക്ക് തോന്നുന്നു വളരെ കുറവ് സമയമുള്ളതുകൊണ്ടാകുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇത്തരത്തിൽ ചർച്ച ചെയ്യാൻ നോക്കുന്നില്ല. അവരെ സംബന്ധിച്ചോളം ഏറ്റവും എളുപ്പമുള്ള വഴിയിലൂടെ വർഗീയതയാണെങ്കിൽ വർഗീയത, അത് മറ്റ് രീതിയിലുള്ളതാണെങ്കിൽ അങ്ങനെ വോട്ടുകൾ നേടുക അല്ലെങ്കിൽ മേൽക്കോയ്മ നേടുക എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടത് ഇവിടെ വികസനം എത്രത്തോളം നടന്നു എന്നുള്ളതാണ്. ഈ ഒരു ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ കൈ നഷ്ടപ്പെട്ട വിനോദിനി, ആ പെൺകുട്ടി, അതിനോട് കണക്ക് അല്ലെങ്കിൽ അതിനൊരു ആൻസർ കൊടുക്കാൻ ഇവിടെ ആർക്ക് പറ്റും? ഒരു പെൺകുട്ടി 9ാം ക്ലാസ് അല്ലേ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടാൽ അതിന് എന്ത് കൊടുത്താൽ അത് തീരാൻ പറ്റും? ഒരു പെൺകുട്ടി, ആ കുട്ടി ഭാവിയിൽ ആരൊക്കെ ആവേണ്ടതായിരുന്നു? ഒരു പക്ഷേ ഒരു അത്ലറ്റ് രീതിയിൽ ആവേണ്ടതാണെങ്കിലോ ആ കുട്ടിയുടെ ഭാവി അവിടെ തെളിഞ്ഞില്ലേ? അല്ലെങ്കിൽ മറ്റു രീതിയിൽ വളരേണ്ട ഒരു കുട്ടിയുടെ ഭാവി, അതിന് ഉത്തരവാദി ആരാണ്? ആ ഒരു നിമിഷം ഇവിടെ ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ടതായിരുന്നില്ലേ? പഴയ ഗവൺമെന്റുകളാണെങ്കിൽ തീർച്ചയായും രാജിവെക്കേണ്ടതായിരുന്നു. ധാർമ്മികതയില്ല അവിടെ. അതും ഒരു കൊച്ചു കുട്ടിയുടെയാണ്. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്കറിയാം പലപ്പോഴും പല രീതിയിൽ ഇപ്പം ഇൻഷുറൻസ് ഓയിലും പ്രായമായവരനുസരിച്ച് കുറയും. കാരണം വെച്ചാൽ അവരുടെ ജീവിതം കഴിഞ്ഞു എന്നുള്ളത്. ഇതെന്ന് വെച്ചാൽ ജീവിച്ച് തുടങ്ങുന്ന ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണാനുണ്ട്, ഒരുപാട് മേഖലയിലേക്ക് എത്തേണ്ടതുണ്ട്. അത്തരത്തിലൊരു കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടു. ഇനി അത് പോയിക്കോട്ടെ, ഈ കൈ നഷ്ടപ്പെട്ട് സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു കുട്ടീനെ സർക്കാരിൻ്റെ മകളായിട്ട് ഏറ്റെടുക്കാൻ ഒരു ഉത്തരവാദിത്തം സർക്കാരിനില്ലേ? അത് ചെയ്തിരുന്നെങ്കിൽ പിന്നെയും ഒരു ജനരോഷം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സർക്കാർ അത് ചെയ്തില്ല, ആരോഗ്യമന്ത്രി അത് ചെയ്തില്ല. ആ പെൺകുട്ടിക്ക് കൈ കൊടുത്തത് പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ അതുപോലും പ്രതിപക്ഷം പോലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അബിൻ വർക്കി ഇരുത്തി വീണ ജോർജിനോട് പറഞ്ഞ കാര്യങ്ങൾ ശത്രുക്കൾ പോലും ആ ഒരു വിധി വരത്തരുന്ന് പലപ്പോഴും ചെയ്തു. കാരണം അത്തരത്തിൽ അബിൻ വർക്കി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും അത്രത്തോളം പ്രോബ്ലം ഒരു ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇത്തരത്തിൽ വളരെ മോശം. ഒരിക്കലും അവർക്ക് ശരിയാണ്, അവരല്ല ഓപ്പറേഷൻ ചെയ്യുന്നത്, പക്ഷേ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട്. അവരുടെ മേഖലയിൽ അല്ലെങ്കിൽ മന്ത്രാലയത്തിൽ കീഴിൽ അതോറിറ്റി അവരാണ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റ് രീതിയിൽ ഈ കത്രിക വെച്ച കാര്യങ്ങൾ കൈയൊഴിഞ്ഞു. ഇത് ഞങ്ങളുടെ കാലത്തല്ല,
മുൻപൊരു കാലത്താണ്. പോട്ടെ, ഏറ്റവും കൂടി നമുക്ക് ദേഷ്യം പറഞ്ഞാൽ ആ ഒരു അന്നത്തെ ആ ഒരു സൂപ്രണ്ടിൻ്റെ ആ ഒരു പത്രസമ്മേളനം എത്രത്തോളം കുത്തഴിഞ്ഞ രീതിയിലാണ് ഈ ഒരു ആരോഗ്യ മേഖല. അതേ പോസ്റ്റിൽ തന്നെ ഉണ്ടെന്നുള്ളത്. അതെ, ആരോഗ്യ മേഖല അവര് കത്രിക അല്ലാന്ന് പറഞ്ഞേ, അങ്ങനെ വെച്ചിരുന്നാലും കുഴപ്പമില്ല ആപത്തുള്ള ഒരു കാര്യമല്ലാന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ മറുപടി. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വന്നിട്ട് പോലും ഇതേപോലെ വളരെ ചെറിയ രീതിയിൽ വന്ന രീതിയിൽ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഇത് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്, മാധ്യമങ്ങളിൽ വന്ന വിഷയങ്ങളാണ്. ഇത്തരത്തിൽ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയിട്ട് പോലും ആരോഗ്യ മേഖല 1-ാം നമ്പർ എന്ന് പറയുന്ന സർക്കാർ. അല്ലേ, ആരോഗ്യ മേഖല 1-ാം നമ്പർ വരണമെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് കഴിഞ്ഞ 10 വർഷം മുന്നേ ഇത്ര ക്യാൻസർ പേഷ്യൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ റേഷ്യോ, ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് തേടി വരുന്നവരുടെ എണ്ണം 1000 വരുന്നതെന്ന് വിചാരിച്ചു. അത് 500-ലേക്കോ 400-ലേക്കോ 700-ലേക്കോ എത്തിക്കുന്നതാണ് നമ്മുടെ ഹെൽത്ത് ഗ്രോത്ത് റേറ്റ്. അതേസമയം നമ്മളിപ്പോൾ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണെന്നറിയോ? ഈ വരുന്ന രോഗികൾക്കെല്ലാം ചികിത്സിക്കാൻ പറ്റുന്ന സംവിധാനം ഒരുക്കി കൊടുക്കുക. ഈ രോഗത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മൾ ചെയ്യുന്നില്ല. ഇവിടുത്തെ യുവജനങ്ങളുടെ കാർഡിയാക്ക് മേഖലയിലുള്ള ഇഷ്യൂസ് വർദ്ധിച്ചുകൊണ്ട് വരിക. ഇന്ന് കോവിഡിന് ശേഷം കാർഡിയാക് അറസ്റ്റിലൂടെ മരിക്കുന്നത് ചെറിയ പിള്ളേരാണ്. ചെറു പിള്ളേര് 20, 22, 23 വയസ്സുള്ള പിള്ളേരൊക്കെ കാർഡിയാക് അറസ്റ്റിൽ മരിക്കുക. അപ്പോൾ ഈ സംഭവത്തെ പ്രതിരോധിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ലൈഫ് സ്പാൻ കൂട്ടാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ജീവിത ഇതുണ്ടല്ലോ, കാലം സ്പാൻ, അത് കൂട്ടാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ നോക്കി. അവരുടെ ആരോഗ്യസ്ഥിതി എന്താ? ജനിച്ചു വീഴുമ്പോൾ തൊട്ട് ആശുപത്രിക്ക് പോകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുന്നു. ഇനി പോട്ടെ, സ്ത്രീകളുടെ പ്രസവത്തെ പറ്റി ഒന്ന് എടുക്കുക. ഈ പൂർണ്ണ ആരോഗ്യത്തോടെ നോർമൽ പ്രസവം നടത്തുന്ന സ്ത്രീകളുടെ എണ്ണം ഓരോ ദിവസം കൂടുകയാണോ കുറയാണോ? കുറഞ്ഞു വരിക. അത് എന്താ നമുക്ക് മുമ്പിൽ നൽകുന്ന സൂചന? നമ്മുടെ ആരോഗ്യം, പൊതുജനങ്ങളുടെ ആരോഗ്യം ഓരോ ദിവസവും ശുഷ്കിച്ച് വരികയാണെന്ന്. ഇതിനെ പ്രതിരോധിക്കാനോ ഇതിനെ ബലപ്പെടുത്താനോ ഇതിനെ മറികടക്കാനോ പറ്റുന്ന ഒരു സിസ്റ്റവും ഗവൺമെൻറ് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ എങ്ങനെയാണ് ഈ രോഗികളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പറ്റുക? അതിനൊരു തെളിവും കൂടെ ഞാൻ പറയാം. ഈ കഴിഞ്ഞ ഒരു വർഷം മാത്രം കേരളത്തിൽ വിദേശ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 6000 കോടി രൂപയിലധികമാണ്. നമ്മുടെ പല ഹോസ്പിറ്റൽസിനെ വാങ്ങിയെടുത്തു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽസ്, കിംസ്, ഇങ്ങനെയുള്ള പല ഹോസ്പിറ്റലുകൾ. എന്തിനാ ഈ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ ഒരു ചെറിയ ഹോസ്പിറ്റൽസ് അടക്കം അവർ വാങ്ങിയെടുത്തു. 6000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഒരു വർഷം കൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ട് ഒരു അമേരിക്കൻ കമ്പനി വന്ന് ഈ കൊച്ചു കേരളത്തിൽ ഈ 6000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണം? അതിനർത്ഥം എന്താ? നമ്മുടെ ആരോഗ്യ മേഖല അത്രയും തകർന്നു കിടക്കുക. ഇവിടുത്തെ പൊതുജനങ്ങൾ മുഴുവൻ ആശുപത്രി കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് തെളിയിക്കപ്പെട്ടു. അത് ശരിക്കും ഒരു സർക്കാരിൻ്റെ വെൽഫെയർ സ്റ്റേറ്റിൻ്റെ, ഒരു ക്ഷേമ രാഷ്ട്രത്തിൻ്റെ ലക്ഷണമാണോ? ഒരിക്കലും അല്ല. അപ്പോൾ ആ മേഖലയിലും ഈ ഗവൺമെൻറ്റുകൾക്ക് ഒരിക്കലും ഇത് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു കടബാധ്യതയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം നമ്മൾ നോക്കുമ്പോൾ 4.80 കോടി രൂപയാണ് ഇന്ന് കേരളത്തിൻ്റെ കടം വരുന്നത്. ഇത് ചെലവിലേക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ ഉപയോഗിച്ച ഒരു കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ നവകേരള സദസ്സ് ഏകദേശം 1.8 കോടി രൂപയാണ് അന്ന് ബസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. 2.86 കോടി രൂപയാണ് അന്ന് പോസ്റ്ററുകളും മറ്റുമായിട്ട് ചെലവഴിച്ചത്. ഇത് പാർട്ടി ഫണ്ടിൽ നിന്ന് അവർ ഉപയോഗിച്ച കാര്യങ്ങളല്ല ചെയ്തിട്ടുള്ളത്. ഈ ഫണ്ടൊക്കെ ഉപയോഗിച്ച് ഇത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉപയോഗിക്കുന്ന പൈസയിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ വന്നത്.